ഇത് മെയിൻ ആയിട്ട് വാങ്ങിയത് അമ്മയ്ക്കാണ്. അമ്മ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അമ്മയ്ക്കാ വാങ്ങിയത്. കാരണം അമ്മയുടെ പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കാനായിട്ട്. എനിക്കൊന്നും വേണ്ട, പിന്നെ ഞാൻ സ്ലിം ബ്യൂട്ടി അല്ലേ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിക്കണം സൈഡിലുള്ള ആള് കേൾക്കാൻ വേണ്ടി. അവിടെ വാട്ടർഫോൾ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മഴയില്ലാതെ ഒരു ദിവസമാണ് ഇത്. വേദു ഹാപ്പി ആയിട്ട് അതുകൊണ്ട് സ്കൂളിൽ പോയി. മഴയുള്ളപ്പോൾ ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണാൻ പോവുക. പക്ഷെ അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലേക്കും ഈ ഒരു കാര്യം നല്ലതായിരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ പൊതുവേ റെയർ ആണല്ലോ, പക്ഷെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് പെയ്ഡോ സ്പോൺസർഡ് ഒന്നുമല്ല. ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് HSBCയുടെ ഒരു പ്രീമിയർ കാർഡ് ഉണ്ട്. ഞാൻ അത് വെച്ചാണ് ഈ ഹോട്ടൽസ് ഒക്കെ എനിക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റുന്നത്, അതിൻ്റെ പോയിന്റ്സ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇത്രയും നമ്മൾ ഒരു വർഷത്തിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 റുപ്പീസിൻ്റെ ഗിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ വൗച്ചർ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് 10,000 റുപ്പീസിന് വൗച്ചർ. ഇതിന് ആക്ച്വലി 9,999 10,000 തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചു. സോ ഇതെന്താ ഞാൻ കാണിച്ചു തരാം, ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നി. സോ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് ആയിരിക്കും ആദ്യമേ വരുന്നത്. അമ്മേനെയും വിളിക്കണം. അമ്മേനെ 2 ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ രാവിലെ ഒരു സുഖമില്ല, ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇത് വാക്കിംഗ് പാഡ് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ത്രെഡ്മിൽ അറിയാം, പക്ഷെ ത്രെഡ്മില്ലിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് എക്സ്പെൻസീവ് ആണ്. ബട്ട് എക്സ്പെൻസീവ് ഇട്ടേക്ക് സ്ഥലം ഒരുപാട് എടുക്കും. അങ്ങനെ ഞാൻ ആക്ച്വലി ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ട് വാങ്ങിയാണ് വാക്കിംഗ് പാഡ്. ഇത് താഴെ മാത്രമേ കാണുള്ളൂ. ആൾക്കാർ മുകളിൽ ടേബിളോ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും എളുപ്പം. എന്നാൽ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. അതിന്റെ ഇടയ്ക്ക് ഇത് 2-3 കാര്യം ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്, അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇത് മെയിൻ ആയിട്ട് വാങ്ങിയത് അമ്മയ്ക്കാണ്. അമ്മ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അമ്മയ്ക്കാ വാങ്ങിയത്. കാരണം അമ്മയുടെ പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കാനായിട്ട്. എനിക്കൊന്നും വേണ്ട, പിന്നെ ഞാൻ സ്ലിം ബ്യൂട്ടി അല്ലേ. അമ്മയ്ക്ക് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ടുള്ള സാധനമാണ്. അമ്മയുടെ വെയിറ്റ് അറൌണ്ട് 70 കിലോസ് കണ്ടായിട്ടുണ്ട്. എന്റെ അമ്മോ കള്ളൻ, ഇവനെ കത്തിക്ക് കുത്തും ഞാൻ. അമ്മയ്ക്ക് 70 കിലോന്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ നടക്കാനും ഭയങ്കര മടിയുള്ള ഒരാളാണ്. അയ്യോ, ഇവിടുന്ന് ആലപ്പുഴ വരെ എപ്പ എത്തിന്ന് വെച്ചാ മതി. എടാ കള്ളൻ, നീ നുണ പറയുന്നതിന് ഒരു ലിമിറ്റ് വെക്കാം. കണ്ട, അമ്മ ഭയങ്കര നടക്കാൻ മടിയുള്ള ആളാ. അതൊക്കെ കാണുമ്പോ അമ്മയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണണമായിരുന്നു. സത്യമൊക്കെ എന്തിനെ പോയി ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത്. ആദ്യമേ നടക്ക്, അവിടെ നിന്ന് ഇവിടെ വരെ നടന്ന് എത്തണ്ടേ അമ്മ. ഞാൻ ഇവിടുന്ന് എറണാകുളത്തമ്പലം വരെ ഇന്നലെ നടന്നു പോയി നടന്നു വന്നാണ്. എന്തിനമ്മ ഇങ്ങനെ നുണ പറയുന്നേ? അമ്മ ആരായിട്ടല്ലേ പോയെ? അപ്പൊ എന്തായാലും എല്ലാവർക്കും മിനിമം നടക്കുന്ന ഒരു ഗുഡ് ഹാബിറ്റ് ആണെന്നറിയാലോ. അറിയാം. അതേ പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാ. കാരണം എല്ലാവർക്കും വെളിയിൽ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ അമ്മേനെ പോലെ അല്ല, അമ്മേനെ പോലെ മടിയുള്ളവരും കാണുന്ന ഉദ്ദേശിച്ചേ. അമ്മ ഞാൻ നടന്നത് നടക്കില്ല. എനിക്ക് ഫുട്പാത്ത് ഒക്കെ വേണം. ഫുട്പാത്ത് ഇല്ലാത്തോണ്ടാണ് ഞാൻ നടക്കാത്തത്. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും നടക്കാൻ പറ്റില്ല. നല്ല ക്ലീൻ ഫുട്പാത്ത്, നല്ല ശുദ്ധവായു ഒക്കെ വേണം. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് ഞാൻ 2-3 കാര്യം പറയട്ടെ. ഇത് ഇന്ത്യൻ ബ്രാൻഡ് എന്നാണ് പറഞ്ഞിട്ട് വന്നത്, പക്ഷെ ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. കണ്ടാ, എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, ക്വാളിറ്റിക്കൊന്നും കുഴപ്പമില്ല, വാറണ്ടി ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രൈസ് അവർ എഴുതിയിരിക്കുന്നത് MRP അറൌണ്ട് 40,000. ആമസോണില് 9,999 ഉള്ളൂ. എന്താ ഇപ്പൊ അത് ചൈന? ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് ഇത്രയും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? അതാ ചൈന അമ്മ ഒരു തവണ പോയി കഴിഞ്ഞാൽ അമ്മയും പറയും. അപ്പൊ എന്തായാലും ഇത് ഞാൻ തുറക്കട്ടെ, എന്നിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് കാണിച്ചു തരാം. എന്തായാലും ഒരു നല്ല സാധനമായിരിക്കും ഇത് എല്ലാ വീട്ടിലും. ഇതാണ് ഈ വാക്കിംഗ് പാഡ് എന്ന് പറയുന്നത്. മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഇതുപോലെ കുക്കി എടുക്കാം. ഭയങ്കര എളുപ്പമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് മാറ്റി വെക്കാം. അതിന്റെ വേറൊരു പ്ലസ് പോയിന്റ്, ഇതിന് സാധാരണ നമുക്ക് ഇൻക്ലൈൻ വാക്കിംഗ് ഭയങ്കര ഗുണമാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ അപ്ഹില്ല് പാലത്തിന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റം നടക്കുന്നത്, അത് നമുക്ക് ഇത് വെച്ച് നമുക്കിത് പൊക്കാം. സോ നമുക്ക് ഇതുപോലെ ഇൻക്ലൈൻ വാക്കിങ്ങും ചെയ്യാൻ പറ്റും. ഇതുപോലെ പൊക്കി വെച്ച് നടക്കാൻ പറ്റും. അതിനുള്ള കുറെ സ്റ്റാൻഡ്സ് ഉണ്ട്. അതല്ലാതെ വേറൊരു കാര്യം കാണിച്ചാൽ ഇവിടെ വന്നാൽ ഇത് കണ്ട,
ബിൽഡ് ഫോർ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ചൈന സാധനം ആണെങ്കിലും ബ്രാൻഡഡ് ബിൽഡ് ഫോർ ഇന്ത്യ എന്നൊക്കെയാ. ആൻഡ് ഇത് ഞാൻ റിവ്യൂ നോക്കി എടുത്തതാണ്. എനിക്ക് അറിയില്ല ഇത് എത്ര ഗുണമുണ്ടെന്ന്. കുറച്ചാൾ ഉപയോഗിച്ചിട്ട് ഒരു ലോങ് ടേം റിവ്യൂ പറയാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ നീട്ടം കുറയും, വിട്ട് കുറയും. ഇതാണ് ഞാൻ നോക്കിയിട്ടുള്ളത് നല്ലത്. പിന്നെ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം 110 100 കിലോ വരെ എടുക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. നീ ഇത് ഉപയോഗിച്ചും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു റിമോട്ട് വരുന്നുണ്ട്. കാരണം ഇതിന് വേറെ മാനുവൽ സ്വിച്ചസ് ഒന്നുമില്ല, ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട്, അവർ ബാറ്ററി വരെ തരുന്നുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ബുക്ക്ലെറ്റും ഉണ്ട്, ഇതുപോലെ ഒരു ആലൻ കീയും ഉണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് അറിയില്ല. അത് ടൈറ്റൻ ചെയ്യാനകത്ത് എന്തെങ്കിലും ലൂസായ വല്ലതായിരിക്കും. ആസ് ഓഫ് നമുക്ക് ഒന്നും ചെയ്യണ്ട കേട്ടോ. ബോക്സിൽ നിന്ന് തുറക്കോ ഉപയോഗിക്കുക. മെയിൻ നെഗറ്റീവ് എനിക്ക് തോന്നുന്നത് വയറിന് ലെങ്ത് കുറവാണ്. അത് നമുക്ക് എക്സ്റ്റൻഷൻ വെച്ച് സോൾവ് ചെയ്യാം. അതുപോലെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഷൂസോ ചെരുപ്പോ എന്തെങ്കിലും ഇട്ട്, ആക്ച്വലി ഈ സോക്സ് ഉണ്ട്, ബെയർ ഫുട്ട് സോക്സ്, അതിട്ട് നടന്നാലും നല്ലതാണ്. സോ ഇതിൽ ആർക്കും നമ്മൾ പവർ ഓൺ ചെയ്യാം. ഇതിൽ നമുക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, കാലറി 4 കാര്യങ്ങൾ കാണാം. എന്നിട്ട് ഇത് കയറി നിൽക്കുക. നോക്കട്ടെ, ഇത് എനിക്ക് തന്നെ പേടിയില്ല. അതല്ലെങ്കിൽ കുത്തി വീട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അധികം സ്പീഡ് വരെ പോകില്ലാന്ന് തോന്നുന്നത്. ഒന്ന് യൂസ്ഡ് ആവേണ്ടി വരും. ഇത് നമുക്ക് സ്പീഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓടാനുള്ള സ്പീഡ് വരില്ല കേട്ടോ. കുറച്ച് ടൈം എടുക്കും നമുക്ക് ഇതൊന്ന് യൂസ്ഡ് ആവാനായിട്ട്. പിന്നെ അത് നാച്ചുറലായി പോകും. ഞാൻ 3 വരെയാണ് പോകുന്നത്. എനിക്കൊന്ന് 6 or 7 വരെ പോകും. ദാറ്റ്സ് ലൈക്ക് ഫാസ്റ്റ് വാക്കിംഗ് സ്പീഡ്. സോ ഇതൊന്ന് നമ്മൾ യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഡെയിലി 10,000 സ്റ്റെപ്സ് നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാം. കാലറി അറിയാം, ഡിസ്റ്റൻസ് അറിയാം. ആൻഡ് ഇത് നമുക്ക് കയ്യിൽ തൂക്കി വിടാം. പെട്ടെന്ന് നിർത്തണമെങ്കിലോ സ്റ്റോപ്പോ എല്ലാം എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഒക്കെ ഉണ്ട്. സോ ഇത് നല്ല കാര്യമാണ്. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ 1 മാസത്തില് അമ്മ ഇത് നടന്ന് മെലിയുന്ന കാണുന്നതായിരിക്കും. അപ്പൊ സ്കെൽറ്റനെ പോലെയാവും ഞാൻ എനിക്ക് വേണ്ട. എനിക്കിങ്ങനെ ഞാൻ ഐസ്ക്രീം തൊടാറില്ല. ഇതിലും നിന്നെ ഞാൻ ശരിയായി വരട്ടടാ നിനക്ക് വെച്ചിട്ടുണ്ട്. നീ ഫാസ്റ്റ് ആയിട്ട് നടന്നു നോക്കട്ടെ. അത് കുറച്ച് കൂട്ടി നടക്കും. ഇപ്പൊ 3 അല്ലേ? ഇനി 4 ഇപ്പോ. അതുകൊണ്ടെന്താ 5 ആക്ക്. നിന്നെ ചുരുട്ടിക്കൂട്ടി കാട്ടിക്കളയും. ചുമ്മാ കൂട്ടി അതെ ഞാൻ അപ്പൊ ഈ സ്പീഡിൽ പോകും. ഇത് നിങ്ങൾ ചെയ്ത് കാണിക്കും. 8 ഞാൻ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ 6 പാക്ക് ഉടനെ കമ്മിങ് സൂൺ ആയിരിക്കും. സ്വിമ്മിംഗ് ഉണ്ട്, ജിമ്മും ഉണ്ട്. ഇനിയിപ്പോ ഡെയിലി 10,000 സ്റ്റെപ്സ് അല്ലെങ്കിൽ 15,000 സ്റ്റെപ്സ് വെച്ച് കവർ ചെയ്താൽ നമ്മള് ഫിറ്റ് ആയിരിക്കും. അപ്പൊ അടിപൊളി സാധനം. ഞാൻ ഇനി ഒന്ന് റെഡിയായി കറങ്ങാൻ പോവാണ്. അതന്നെ നിന്റെ പ്രശ്നം. എനിക്കൊന്ന് കൊറിയർ ചെയ്യണേ. ഇത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു അവയർനെസ് വീഡിയോ എന്ന് വേണേൽ പറയാം. കാരണം ഒരു കുട്ടി ഒന്നല്ല, എന്നോട് ആക്ച്വലി 3 കുട്ടികളോളം ചോദിച്ചായിരുന്നു ഇതുപോലെ വേദുവിൻ്റെ പഴയ ബാഗും ഡ്രസ്സും ഷൂസൊക്കെ. അപ്പോൾ ഇത് പഴയതൊന്നുമല്ല, അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ബാഗും വേദുവിൻ്റെ കുറച്ച് ഷൂസ് ഉണ്ട്. വേദുവിൻ്റെ ഷൂസും വേദു അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഡ്രസ്സും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പഴയതുപോലെ ഉണ്ടെങ്കിൽ കൈ വെച്ച് കഴിഞ്ഞാൽ വേണ്ട കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഇത് അങ്ങനെ സൂക്ഷിച്ചൊന്നും വെക്കാറില്ല, പഴയ ഡ്രസ്സും പഴയ ബാഗും ഷൂസൊക്കെ. പക്ഷേ ആവശ്യക്കാർ ഇഷ്ടം മാതിരി ഉണ്ട്. ഉള്ളി പ്രോബ്ലം ഇത് ഇവിടുന്ന് കൊറിയർ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒന്ന് കൊറിയർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇതൊന്ന് കൊറിയർ ചെയ്ത് കൊടുക്കണം. സ്ഥലം കൊല്ലോ അവിടെ എവിടെയും കണ്ടാണ് ഇവരുടെ ഗൈസ്. അപ്പോൾ ഡിന്നറിന് പോവാണ്. എനിക്കൊന്ന് കുറേ ഏകദേശം വീണ്ടും 1 മാസത്തിന് ശേഷമാണ് ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. പക്ഷെ ഇത്തവണ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. ജെഫ്രൻ വ്ളോഗിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ഫുഡ് വ്ളോഗിൽ കാണാത്തൊരു കാഴ്ച ഇത് നിങ്ങളെ കാണിച്ചു തരാവേ. ഗ്യാരണ്ടീഡ് ആണ്, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. അന്തുവാണ് കൊണ്ടുവന്നത്. ഫിഷ് കഴിക്കാത്ത ആള് ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരാളെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് റെസ്റ്റോറന്റ്. കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വ്ളോഗില്. പറഞ്ഞിട്ടുണ്ട്. മറ്റേ വേറൊരു സാധനം ഉണ്ട്, കണ്ണു കിട്ടുന്നു. അത് മാത്രല്ല ഇന്നൊരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടമാതിരി ഭക്ഷണമുണ്ട് കഴിക്കാൻ. ഒന്നും കഴിക്കില്ല അന്ന്, ഗ്രിൽഡ് മാത്രം. അതെ, ഇന്ന് കിഡിലൻ ഒരു മെനു ആണ് കേട്ടാ. നമ്മുടെ മറ്റേ മാംഗ്ലൂരിലെ ഗീ റോസ്റ്റും മറ്റേ ഇതും എന്താ മറ്റേ പ്ലാറ്റർ, എന്ത് പ്ലാറ്ററാ,
സ്ക്വിഡിന്റെയും പ്രോൺസിന്റെയും പ്ലാറ്റർ നല്ല സ്ക്വിഡ് പൊളിക്കട കേട്ടല്ലോ പേര്. ആരാ ഡയറ്റ്? ഞാൻ സ്വീറ്റ്സ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഡയറ്റ് ഇല്ലാത്ത. മധുരം കഴിക്കാൻ തുടങ്ങിയാ? ഇല്ല. അപ്പൊ ഇന്ന് ഡെസേർട്ട് ഇല്ല. 11 ദിവസമായി. തേങ്ങ ഇട്ട സ്ക്വിഡ് ഗീ റോസ്റ്റ്. അത് മറ്റേ ഇത് മറ്റേ ഗാർലിക് പോലത്തെ അല്ല കാന്താരി ആയിരിക്കും. അല്ല കാന്താരി. ഓ ഇത് കാന്താരി, ഇത് ഫ്രൈ, ഇത് ബട്ടർ ഗാർലിക് ആയിരിക്കും. ഇത് ബട്ടർ ഗാർലിക് ആയിരിക്കും. ക്രാബ് ഫ്രൈ, നീർദോശ, നീർദോശ, പ്രോൺസ് ഗീ റോസ്റ്റ്. ഇത് കഴിക്കാതിരിക്കുന്ന നമ്മൾ 3 പേര് സമാധാനത്തോടെ കഴിച്ചാൽ മതി കേട്ടാ, ആരും എടുത്ത് തീർക്കാനില്ല. അമ്മോ ഇത് പൊളിക്കും കേട്ടോ ഇന്ന്. ആദ്യമായിട്ടാണ് ബ്ലോഗിന്റെ ചരിത്രത്തിൽ ജെഫ്രിൻ തോമസ് ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന കേട്ടാ. ഇതാണെങ്കിലോ ജെഫ്രിൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നല്ല BDFന്റെ ടേസ്റ്റ്. കരയുക കാണണ്ട നിങ്ങള്. ഇത് നോക്കട്ടോ, ഇത് കൊറിയാൻഡറിന്റെ ക്രിസ്പി ഫ്രൈഡ് വേർഷൻ. അടിപൊളി. ഇതെന്താ നോക്കട്ടെ, നല്ല കാന്താരി മുളകിന്റെ ഒക്കെ ടേസ്റ്റ്, മണം തന്നെ വരുന്നു. ഓ ഇതും നീർദോശ. ഓ ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും. ബട്ടർ ഗാർലിക് നോക്കട്ടെ കേട്ടോ, ഇതും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ദോശയുടെ കൂടെ. ഈ സാധനം പച്ച എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. മാംഗ്ലൂര്, കേരള, ആന്ധ്ര, പച്ച എടുക്കാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ട് നോക്കട്ടെ. ഓ ജെഫ്രി നോക്ക് നോക്ക്, സിംഗപ്പൂർ ചില്ലി ക്രാബൊക്കെ ചിലപ്പോൾ മാറി നിൽക്കും. നമുക്ക് ഈ ആഴ്ച മൊത്തം ഇങ്ങനെ കുറച്ച് നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണേ. സമാധാനത്തോടെ കഴിക്കാൻ പറ്റിയ ടൈമാണ്. നീർദോശയിൽ ക്രാബിന്റെ മീറ്റ് എടുത്ത് ജെഫ്രിൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടാ, ചിക്കൻ കിട്ടാത്തതിൻ്റെ. ഓ ഇത് നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റും നല്ല ഭയങ്കര ഫ്ലേവർ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിക്കണം സൈഡിലുള്ള ആള് കേൾക്കാൻ വേണ്ടി. അവിടെ വാട്ടർഫോൾസാ. ലിറ്ററലി വാട്ടർഫാൾ. മഴക്കാലം അല്ലെങ്കിൽ ഇവിടെ വാട്ടർഫാൾ കിട്ടും കേട്ടോ, ഇങ്ങനെ കഴിച്ചാൽ മതി. ഇനി ഇത് എടുക്കട്ടെ, ഗീ റോസ്റ്റ്. ഗീ റോസ്റ്റ് നോക്കട്ടെ. ഗീ റോസ്റ്റ് പ്രോൺസ് നല്ല വലിയ പ്രോൺസ് ആണ്. ഇതേ ഇങ്ങനെ എടുത്ത് പ്രോൺസും അടിപൊളി. ശരിക്കും മാംഗ്ലൂരിലെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഓവർ സ്പൈസി അല്ല, നമുക്ക് ഗീൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഒരു നല്ല ബാലൻസ് കിട്ടുന്നത്. വെറുതെ എരിവ് മാത്രമേ അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ക്രാബ് എടുത്ത് ജ്യൂസ് ഒഴുക്കി കഴിക്കണം, ഒച്ച ഉണ്ടാക്കി കഴിക്കണം. ഫോർട്ട് കൊച്ചിക്കാരനാണ്. ഞണ്ടാണെങ്കിൽ ഇത് ഇതുപോലെ കഴിക്കണം. എന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ വലിയ ഞണ്ടിന്റെ എക്സ്പെർട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല കഴിക്കണ്ടേ, ഫോർട്ട് കൊച്ചിക്കാർ പിടിച്ച് തല്ലും. ഫ്രാൻസ് ടോട്ടൽ നമ്മൾ ഇത്രയും കഴിച്ചിട്ട് എമൗണ്ട് വന്നെങ്കിൽ 232 ആണ്. സോ അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, എരിവുണ്ട്, ടേസ്റ്റ് ഉണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് സീ ഫുഡ് ലവേഴ്സിന്. മാറിയെന്നോ അപ്പൊ ഓക്കെ, ബൈ ബൈ, കാണാം. അന്നും അല്ല മാറാൻ പറഞ്ഞ, അന്നും എങ്ങോട്ട് മാറണം നോക്കുക. അപ്പൊ ജെഫ്രിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നമുക്ക് ഉടനെ ഇറക്കാം. അപ്പൊ ജോഗിൻ വരുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്യാം, ട്രിപ്പിന് മുങ്ങാതെ ഇരിക്കുക. ഓക്കെ, ദിവസമായിരുന്നു, ഫ്രണ്ട്സിനെ കണ്ടു. വാക്കിംഗ് പാഡ് ഞാൻ പിന്നെ ഉപയോഗിച്ചോട്ടെ, അടിപൊളി സാധനമാണ്. ഉള്ളിത്തിങ് നമുക്ക് ചിലപ്പോൾ നടക്കുമ്പോൾ ബാലൻസ് ഓഫ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു മടിയിൽ ഒരു കസര വെക്കുക അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്കൊക്കെ നല്ലതായിരിക്കും. അമ്മ അത് പ്രത്യേകം പറയാൻ പറഞ്ഞ. സോ എന്തായാലും ഇതൊരു ചെറിയ ഒരു കാഷ്വൽ ഹോം വ്ളോഗ് ആയിരുന്നു.
ഞാൻ വേറൊരു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ബ്രാൻഡിൻ്റെ പേര് ഓർക്കുന്നില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.